സുഹൃത്തുക്കളെ, എന്താണ് മുന്നോട്ട് പോകാൻ നമുക്കുള്ള ധൈര്യം? ഹസ്ബുനല്ല, അല്ലാഹു മതി എന്നതാണ്. ഒരു പ്രതിസന്ധിയിലും ഭൗതികമായ കാരണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെയൊക്കെ മുന്നിൽ വരുന്നുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ പിടിച്ചു നിൽക്കുന്നില്ലേ? മാനസിക രോഗികളായി വിഭ്രാന്തി കാണിച്ച് വിഷാദത്തിനടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തു പോകാതെ മനസ്സമാധാനത്തോടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ശ്വാസം കിട്ടാതെ ബോധം കെട്ടുപോകാവുന്ന പ്രതിസന്ധികളുണ്ട്. രോഗങ്ങൾ വരുന്നില്ലേ? വലിയ മാരകമായ രോഗങ്ങൾ, സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ, എന്തെല്ലാം ആഘാതങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ. വയനാട്ടിലെ ദുരന്തം നമ്മുടെ മനസ്സിലേക്ക് വരും. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം എന്താണ് നമ്മുടെ സമാധാനം? ഹസ്ബുനല്ല. കാരണങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിൽ ഇടപെടുന്ന അള്ളാന്റെ അടുത്തൊരു പരിഹാരമുണ്ട്. ഈ ലോകത്തെന്ത് നടക്കണോ അള്ളാഹ് അറിയും. അള്ളാഹുവിൻ്റെ ഖദർ വേണം, അള്ളാഹുവിൻ്റെ മശീഅത്ത് വേണം. അതുകൊണ്ട് അല്ലാ എന്ന വാക്ക്, ഹസ്ബുനല്ലാ, എനിക്കല്ലയുണ്ട് എന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അതൊരു വല്ലാത്ത സമാധാനമാണ്. സുഹൃത്തുക്കളെ, ആ പ്രതീക്ഷ, ആ വിശ്വാസം, ആ സ്ഥാനത്താണ് ഈ മരിച്ചുപോയവരെ പുനഃസ്ഥാപിക്കുന്നത്, ഈ ഭ്രാന്തന്മാരെ പുനഃസ്ഥാപിക്കുന്നത്. അതേപോലെ തന്നെ ജീവിതം മുറിഞ്ഞുപോയ ഈ മരിച്ചുപോയ മഹാത്മാക്കളെ പ്രതിഷ്ഠിക്കുന്നത്. എന്നിട്ട് അവരുടെ മുന്നിൽ എത്രമാത്രം ഈ പറയപ്പെട്ട കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ടതാണ്, ഇവിടുത്തെ ബഹുദൈവാരാധകരുടെ ശിആറുകളെ, ചിഹ്നങ്ങളെ സ്വീകരിക്കപ്പെട്ടു. പള്ളി മുനാരങ്ങളിലേക്ക് കയറി ചെല്ലുന്ന കവാടങ്ങളിൽ നിലവിളക്ക് കാണാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ച നിലവിളക്ക് കാണാം. അവിടേക്ക് നിസ്കരിക്കാൻ വരുന്നവൻ ആ നിലവിളക്കിലെ വെളിച്ചെണ്ണ തൊട്ട് നാവിൽ തൊടുന്നു. ആ പള്ളി അങ്കണത്തിൽ ജോലി ചെയ്യുന്ന ആലിമിനൊന്നും തോന്നുന്നില്ല. ആ പള്ളിയിലേക്ക് കയറി വരുന്ന ആയിരങ്ങൾക്കൊന്നും തോന്നുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അവിടെ മാനസികാവസ്ഥകളെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അല്ല മതി എന്ന് പറയുന്നു. സുഹൃത്തുക്കളെ, എപ്പോഴാണ് നമുക്ക് അല്ലല്ലാത്ത ഒരാളെ ആവശ്യമായി വരിക? അങ്ങനത്തെ ഒരു ഘട്ടമുണ്ടോ ജീവിതത്തിൽ? വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം വായിച്ച ഒരാൾക്ക് എത്ര ലളിതമായി മനസ്സിലാകുന്ന ഒരു ആശയാണ്. അത് എത്ര അപകടകരമായി, എത്ര ആശയക്കുഴപ്പത്തിലാണ് ആളുകളിലേക്ക് എത്തിച്ചത്. നോക്കൂ നിങ്ങൾ, ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രവാചകന്മാർ പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാ, അല്ലാഹു മതി എന്ന വാക്ക്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഓർമ്മല്ലേ സുഹൃത്തുക്കളെ? കണ്ണിലിങ്ങനെ കാണുകയാണ് തീ. കണ്ണിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ച തീയല്ല, ഒരു തീക്കുണ്ടാരം ഒന്നിച്ച് നാട്ടുകാരെ ഒരുക്കി. എന്തേ പറഞ്ഞു സുഹൃത്തുക്കളെ? ഒരു പേടിയില്ലാതെ ഹസ്ബുനല്ലാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇതെന്തിനാ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്? മുഴുവൻ ശത്രുക്കളും, തൗഹീദിന്റെ ശത്രുക്കളും ഒരുമിച്ച് കൂടി മരണം തീർക്കാൻ ഒരു അഗ്നികുണ്ഡത്തെ ഒരുക്കുമ്പോൾ ആ അഗ്നികുണ്ഡത്തിന്റെ മുന്നിൽ ഒരു പേടിയില്ലാതെ അതിലേക്ക് ഇറങ്ങിയിട്ട് ഹസ്ബുനല്ലാ. ഇതൊരു മനുഷ്യന് നൽകുന്ന ധൈര്യം ചെറുതാണ്. ഈ ധൈര്യമാണ് ഇവരില്ലാതാക്കുന്നത്. ഈ ശവകുടീരങ്ങളിലുള്ള പ്രതീക്ഷയ്ക്ക് എന്ത് ധൈര്യമാണ് നൽകാൻ പറ്റുക? ഈ ഭ്രാന്തായി മരണപ്പെട്ടു പോയവരിൽ തവക്കുലാക്കുന്നവർക്ക് എന്ത് ധൈര്യമാണ് സുഹൃത്തുക്കളെ ജീവിതത്തിൽ ലഭിക്കുന്നത്? എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത്? ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ പ്രവാചകന്മാർക്ക് വന്നു അപ്പോഴൊക്കെ തന്നെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ദീർഘമായി പോയി. ആ രോഗാവസ്ഥ നീണ്ടു പോയി. ആ സമയത്ത് പ്രാർത്ഥിച്ചില്ല, വയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയല്ലുർ, എനിക്ക് ബുദ്ധിമുട്ട് വന്ന് പടച്ചോനെ. എത്ര പെട്ടെന്നാണ് സുഹൃത്തുക്കളെ ആ പ്രതിസന്ധിക്ക് അള്ളാഹു പരിഹാരമുണ്ടാക്കിയത്. വെള്ളം, അതിലൊന്ന് കാലുകൊണ്ട് ചവിട്ടി ആ വെള്ളം വന്നു, അത് കുടിച്ചു, കുളിച്ചു. ഹാദാ മുഗ്തസലുൻ ബാരിദും വശറാബ്, കുടിച്ചു, അതോടുകൂടെ അസുഖം സുഖപ്പെട്ടു. എത്ര കഥകൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയണില്ലേ? അതേപോലെ തന്നെ യൂനുസ് നബി അലൈഹി ഇസ്ലാം. നോക്കൂ നിങ്ങൾ, അതൊക്കെ വായിക്കുമ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പ്രവാചകന്മാർ വിളിച്ച ആ അല്ല പോരെ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഇത് ചോദിക്കണ്ടേ? ഈ ഇല്ലാത്ത കഥകൾ പറഞ്ഞ്, കറാമത്തുകളും മഹത്വങ്ങളും പറഞ്ഞ് നിങ്ങളെ എന്ത് പ്രതിസന്ധികളും ഇവർ പരിഹരിക്കും എന്ന് കഥ പറയുമ്പോൾ സുഹൃത്തുക്കളെ, എന്തെങ്കിലും അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും കുദ്റത്തിനെ കുറിച്ചും ഒരായത്തോതി ഈ ജനങ്ങളോട് പറയാൻ ഇവർക്ക് എന്താണ് മനസ്സ് വരാത്തത് എന്ന്. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വളരെ ചെറുപ്പത്തിൽ പഠിച്ച ഒരാൾ, കുറേ കാലമായിട്ട് അദ്ദേഹം കണ്ടിരുന്നില്ല. അപ്പം അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, പിന്നെ എൻ്റെ ഉമ്മ അടുത്ത കാലത്ത് മരിച്ചു. അപ്പോൾ എനിക്കൊരു ഭയങ്കര സ്ട്രോക്ക് വന്നിട്ട് ആ സ്ട്രോക്ക് വന്നപ്പോൾ എനിക്കത് സ്ട്രോക്കാന്ന് മനസ്സിലായില്ല, എനിക്ക് ഭാര്യയ്ക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ സ്ട്രോക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തര കാണിച്ച്, നിങ്ങൾ ആ സമയത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാം, ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്.
പക്ഷെ നിങ്ങൾ ആലോചിക്കണം, അയാൾ എൻ്റെ തോളിൽ പിടിച്ച്, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ തോളിൽ പിടിച്ചിട്ട് എന്നോട് പറയാണ്, ഒരു പ്രശ്നമല്ല, ആ സ്ട്രോക്കിൻ്റെ ഒരു പ്രശ്നമല്ല, ഞാൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, എന്താണ് എൻ്റെ മനസ്സിൽ അപ്പോൾ വന്ന് അറിയുള്ളൂ? കാരണം അവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ്. മാതാപിതാക്കളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, കുടുംബ ബന്ധം ഉണ്ടല്ലോ, അത് അള്ളാഹു നമുക്ക് ആയുസ് വർദ്ധിപ്പിച്ചു തരുന്ന ഒന്നാണ്. അള്ളാഹു നൽകിയ ഒരു മഹാകാരുണ്യമെന്ന് ആവർത്തിച്ച് അവൻ പറയുമ്പോൾ, അള്ളാഹു നമുക്ക് തന്ന ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പറയാനുണ്ടായിട്ട് ഈ ഉസ്താദന്മാർ സ്റ്റേജിൽ കയറി പറയുന്ന നുണകൾ എന്താണ് സുഹൃത്തുക്കളെ? ഒരുപക്ഷെ എൻ്റെ മനസ്സ് തോന്നും, ഈ ക്രിസ്ത്യാനികൾ പോലും വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്ന നിങ്ങൾ, ആ വിശുദ്ധനാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ കമ്മീഷൻ വെക്കും. എന്നിട്ട് എത്രയോ ആളുകളുടെ അസുഖം മാറി എന്നുള്ളത് സത്യസന്ധമായി ബോധ്യപ്പെടുമ്പോൾ അവർ പ്രഖ്യാപിക്കും. ഇവർക്ക് അങ്ങനത്തെ ഒരു മാനദണ്ഡം കൂടി ഇല്ല. തനി ശിർക്കിൻ്റെ ആളുകൾക്കുള്ളൊരു മാനദണ്ഡം കൂടെ ഇല്ല. ഏതെങ്കിലും ഉസ്താദ് പറയുന്ന കള്ളക്കഥകളെ കൊണ്ട്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക സുഹൃത്തുക്കളെ, അള്ളാഹുവിന് വേണ്ടപ്പെട്ട ഒരാളാണ്, അള്ളാഹു സ്വീകരിച്ച ഒരാളാണ്, അള്ളാഹുവിൻ്റെ വലിയാണ് ഇയാൾ എന്നൊക്കെ സ്ഥാപിച്ച് പറയാനും ഇയാൾക്ക് കഴിവ് കൊടുത്തു എന്നൊക്കെ പറയാൻ ഇവർക്ക് എവിടുന്ന പ്രമാണം? മഹാനായ റസൂൽ കരീം വഹിയ നിന്നതിന് ശേഷം അള്ളാഹുവിൻ്റെ പേരിൽ കളവല്ലേ ഇവർ പറയുന്നത്, നുണയല്ലേ ഇവർ പറയുന്നത്? നാം ആലോചിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കാൻ അള്ളാഹുവിന് പറ്റും. എല്ലാ ഘട്ടങ്ങളിലും. ഉഹുദ് യുദ്ധം കഴിഞ്ഞു, വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് സുഹൃത്തുക്കളെ. ശത്രുക്കളെല്ലാവരും സംഘടിച്ചിരിക്കുന്നു പ്രവാചകനെതിരെ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബുനല്ലാഹ്, അല്ല മദീനാണ്. ആ വാക്കിന് അർത്ഥമുണ്ടായില്ലേ? ആശയമുണ്ടായി. പിന്നെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു മതി എന്ന ആ വിചാരത്തെയാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ ഈ കള്ളക്കഥകൾ പറഞ്ഞ് ഔലിയാക്കന്മാരെ അവതരിപ്പിച്ച് ജനങ്ങളിൽ നഷ്ടപ്പെടുത്തുന്ന വിശ്വാസം അതാണ്.